ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക് ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയിലെ UN ഓഫീസിന് സമീപം സ്ഫോടന പരമ്പര. വിശദാംശങ്ങൾ മനുശങ്കർ ദില്ലിയിൽ നിന്ന് നൽകും. മനു, സ്ഫോടന പരമ്പര എന്നാണ് ഏറ്റവും പുതിയ ലഭിക്കുന്ന വിവരം. കൂടുതൽ വിശദാംശങ്ങൾ. പ്രജീഷ്, എന്തായാലും ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയിലായിരുന്നു ഇത്തരത്തിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഓഫീസിന് നേരെ ഇത്തരത്തിലൊരു ആക്രമണം നടന്നിരിക്കുന്നത്. UN ഓഫീസിന്റെ സമീപത്ത് 500 മീറ്റർ അകലെയാണ് ഇത്തരത്തിലൊരു സ്ഫോടനം നടന്നത്. ഇതിൽ 2 സ്ഫോടനമാണ് ഈ ഐക്യരാഷ്ട്ര സഭയുടെ ഓഫീസിന് തൊട്ടടുത്ത് ഉണ്ടായത്. 6ഓളം സ്ഫോടനങ്ങൾ ഈ ജക്കാർത്തയുടെ സെൻട്രൽ ജക്കാർത്തയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇപ്പോൾ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ 4 പോലീസുകാരുൾപ്പെടെ 7 പേർ മരിച്ചിട്ടുണ്ട് എന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇതിൽ തന്നെ 3 പോലീസുകാർ ഒഴികെ ഉള്ള ബാക്കി 2 പേർ ഓസ്ട്രേലിയൻ സ്വദേശികളാണ് എന്നൊരു സ്ഥിരീകരണമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മറ്റുള്ളവർ ഇന്തോനേഷ്യൻ സ്വദേശികളാണ് എന്ന് പറയുന്നു. എന്തായാലും ബൈക്കിലെത്തിയായിരുന്നു 15 സംഘം ഇത്തരത്തിലൊരു ബോംബാക്രമണം ഈ UN ഓഫീസിന് നേരെ നടത്തിയത്. ഇതിൽ തന്നെ ഇത്തരത്തിലൊരു ആക്രമണ സാധ്യത മുന്നിൽ കണ്ട് നേരത്തെ തന്നെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്തോനേഷ്യൻ പോലീസ് സുരക്ഷ ശക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ പുതുവർഷാഘോഷത്തിന്റെ ഭാഗമായും ഇത്തരത്തിലൊരു ആക്രമണ സാധ്യത ഉണ്ട് എന്നൊരു നേരത്തെ തന്നെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായ പശ്ചാത്തലത്തിലാണ് സുരക്ഷ ശക്തമാക്കിയത്. ഈ UN ഓഫീസിന്റെ സമീപത്തായിട്ടാണ് മറ്റു റഷ്യൻ ഓഫീസ്, ഒപ്പം മറ്റു അമേരിക്കൻ ഓഫീസ് അടക്കമുള്ളവയും ഈ UN ഓഫീസിന്റെ തൊട്ട് സമീപത്തായിട്ടാണ് എന്നാണ് അറിയുന്നത്. അതിനാൽ തന്നെ ഇവരുടെ ആക്രമണം ഐക്യരാഷ്ട്ര സംഘടനയുടെ ഓഫീസ് മാത്രം ലക്ഷ്യം വെച്ചായിരുന്നു എന്നത് പോലീസ് സംശയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ മനു? 6 സ്ഫോടനം നടന്നു എന്ന ലഭിക്കുന്ന വിവരം, തീവ്രത ഏത് രീതിയിലാണ്? മരണം ഏതെങ്കിലും രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോൾ നിലവിൽ 7 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ 3 ഇന്തോനേഷ്യൻ പോലീസുകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ബാക്കി 4 പേർ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതിൽ തന്നെ 3 ഓസ്ട്രേലിയൻ സ്വദേശികൾ കൂടി ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് അറിയുന്നത്. എന്തായാലും ഇന്ത്യക്കാരോ മറ്റാരും ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് എന്തായാലും വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്ന സ്ഥിരീകരണം. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണങ്ങളെല്ലാം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോഴും അവിടെ ഏറ്റുമുട്ടൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രജീഷ്, മനുശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. UN ഓഫീസിന് സമീപം ജക്കാർത്തയിൽ സ്ഫോടന പരമ്പര, 7 പേർ മരണപ്പെട്ടിരിക്കുന്നതാണ് ഏറ്റവും പുതിയ ലഭിക്കുന്ന വിവരം.